ചരിത്രപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മുതലക്കോടം സെയിന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ മുതലക്കോടം മുത്തപ്പന്റെ തിരുനാൾ. കുറേ കാലത്തേക്ക് ഈ പള്ളിക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് കൃത്യമായ ചരിത്രരേഖകളോ അറിവുകളോ ലഭ്യമല്ല. യുദ്ധം മൂലം ജനങ്ങൾ നാടുവിട്ടുപോയതും പള്ളി നടത്താൻ വൈദികരില്ലാതിരുന്നതും ഈ ദേവാലയത്തെ വലിയ ജീർണാവസ്ഥയിലെത്തിച്ചു. 1888 വരെ പള്ളിയുടെ അവസ്ഥ ഇതായിരുന്നു. 1913 മുമ്പ് നടന്ന പുതുക്കിപ്പണികളെക്കുറിച്ച് കൃത്യമായ രേഖകളില്ലെങ്കിലും മൽപ്പാനായിരുന്ന മാണിക്കുന്നേൽ അച്ഛനും പിന്നീട് ചെമ്പരത്തിക്കൽ മാണി അച്ഛനും പള്ളി പുതുക്കിപ്പണിതിട്ടുണ്ടെന്ന് പരമ്പരാഗതമായി പറഞ്ഞുവരുന്നു. രേഖകൾ പ്രകാരം പള്ളിയുടെ ആദ്യത്തെ പുതുക്കിപ്പണി നടന്നത് 1898 പിന്നീട് പല കാലങ്ങളിലായി ഒട്ടേറെ മാറ്റങ്ങൾ ഈ ദേവാലയത്തിന് സംഭവിച്ചു. 1908 1915 ഇടയിൽ പൂക്കാട്ട് ഗീവർഗീസ് അച്ഛൻ പള്ളി പുതുക്കിപ്പണിതു. പിന്നീട് 1919 കാക്കനാട്ട് മത്തായി അച്ഛന്റെ കാലത്ത് പള്ളിയുടെ മേൽക്കൂര നന്നാക്കുകയും ഓലമേച്ചിൽ മാറ്റി ഓടിടുകയും ചെയ്തു. 1941 മലമേൽ ദേവസ്യാച്ചന്റെ കാലത്ത് കനമുള്ള ഭിത്തികളോടെ പള്ളി വീണ്ടും പുതുക്കി. പിന്നീട് 1955 തേവർപ്പാടത്ത് ജോസഫ് അച്ഛനും പഴയ ദേവാലയം പരിഷ്കരിക്കുകയുണ്ടായി. ഒടുവിൽ 1973 ചാത്തൻകോട്ട് ജോർജ് അച്ഛന്റെ കാലത്താണ് ഇന്ന് നാം കാണുന്ന ഈ മനോഹരമായ ദേവാലയം നിർമ്മിക്കപ്പെട്ടത്.